പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വ അബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 180-ാം വചനത്തിൻ്റെ പദപ്രയോഗങ്ങളെയാണ്, അതിലെ വിഷയങ്ങളും വിധികളും ഒക്കെയാണ് ഇവിടെ പഠിച്ചു വരുന്നത്. കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് എന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി പഠിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ തുടർച്ചയിൽ ഇൻ തറക ഖൈറനിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്നതിൽ അതിലെ പ്രയോഗങ്ങളുടെ പ്രത്യേകതയും വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പഠിക്കാം. ഇവിടെ കുതിബ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ഇദാ ഹദറ അഹദകും, നിങ്ങളിൽ ഒരാൾക്ക് ആസന്നമായാൽ, അൽ മൗത്ത്, മരണം, മരണത്തിൻ്റെ അമാറാത്ത്, അടയാളങ്ങൾ, അലാമാത്ത്, ലക്ഷണങ്ങൾ, അസ്ബാബ്, കാരണങ്ങൾ, മുഖദ്ദിമാത്ത്, മുന്നോടിയായുള്ള സംഭവങ്ങൾ, ഇതൊക്കെയാണ് അവിടെ ഉദ്ദേശം. അത് ആസന്നമായാൽ നമ്മളത് വിശദീകരിച്ചു. ഇനി അത് തുടർച്ചയിൽ ഇൻ തറക ഖൈറൻ, അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ ഇൻ തറക എന്നാണ് പ്രയോഗിച്ചത്. തറക്ക എന്നുള്ളത് ഭൂതകാലക്രിയയാണ്. ഇവിടെ ഭൂതകാലക്രിയയാണ് പ്രയോഗിച്ചത്. മരണമാസന്നമായ വ്യക്തി വിട്ടേക്കുകയാണെങ്കിൽ എന്നാണ്. ഈ യത്രുക് അതാണ് വർത്തമാന ഭാവി കാലക്രിയ. അത് പ്രയോഗിക്കേണ്ടടുത്ത് ഭൂതകാലക്രിയയാണ് പ്രയോഗിച്ചത്. ഇൻ തറക്ക, അതിൻ്റെ പൊരുൾ ലിതൻബീഹ് അല ഇഖ്തിറാബിൽ മുസ്തഖ്ബൽ മിനൽ മുദി. ഇവിടെ ഭാവി ഭൂതത്തോടേറെ അടുത്താണ്. മരണാസന്നനായി, എഴുതാനുള്ള സമയം അതും അടുത്തു. അതുകൊണ്ട് ഭാവി കാലക്രിയ പ്രയോഗിക്കേണ്ടടുത്ത് ഭൂതകാലക്രിയ പ്രയോഗിച്ചു എന്നാണ് അതിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. പിന്നെ ഇവിടെ ഖൈറൻ, ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ, ഗുണം, ധർമ്മം, ശ്രേഷ്ഠം, ഉത്കൃഷ്ടം, ഇങ്ങനെയൊക്കെ അർത്ഥത്തിലാണ് പൊതുവെ പ്രയോഗിക്കപ്പെടുക. പക്ഷേ ഇവിടെ ഖൈറൻ എന്ന് പറഞ്ഞാൽ മാലൻ എന്ന അർത്ഥത്തിലാണ്. തഫ്സീറുകൾ കാണാം, അൽ ഖൈറു ഹുന അൽ മാൽ. ഇവിടെ ഖൈർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽമാൽ, സമ്പത്താണ്. ഖുർത്തുബിയൊക്കെ പറയുന്നത് മിൻ ഗൈരി ഖിലാഫിൻ, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ ഇൻ തറക്ക, ഈ മരണമാസന്നമായ വ്യക്തി വിട്ടേക്കുകയാണെങ്കിൽ ഖൈറൻ, സ്വത്ത്. വിശുദ്ധ ഖുർആനിൽ ഖൈർ എന്നത് വിവിധ അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 8 അർത്ഥങ്ങളിൽ ഖൈർ പ്രയോഗിക്കപ്പെട്ടതായൊക്കെ ചിലർ, ഫൈറൂസാബാദിയെ പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും വിശുദ്ധ ഖുർആനിൽ മറ്റ് ചില സ്ഥലങ്ങളിലും, സൂറത്തുൽ ആദിയാത്തിൽ വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് പറയില്ലേ, അവിടെ ലിഹുബ്ബിൽ ഖൈർ, ഇതേപോലെ സ്വത്തിനോടുള്ള ഇഷ്ടം അത് തീവ്രമാണ്, തീവ്രമായവനാണ് മനുഷ്യനെന്ന് പറയില്ലേ. ഇതേപോലെ വമാ തുൻഫിഖു മിൻ ഖൈരിൻ, നമുക്ക് വഴിയെ പഠിക്കാനുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ 272-ാം വചനം, അവിടെ വമാ തുൻഫിഖു മിൻ ഖൈരിൻ എന്നുള്ളിടത്ത് മിൻ മാലിൻ, സ്വത്ത് നിങ്ങൾ ചെലവഴിക്കുകയായാൽ എന്നർത്ഥത്തിൽ. ഇതേപോലെ വേറെയും സന്ദർഭങ്ങൾ
റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആവചനം. അവിടെ മിൻ ഖൈരിൻ എന്ന് പറഞ്ഞാൽ മിൻ മാലിൻ എന്നാണ് ഉദ്ദേശമെന്ന് പല മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഖൈറൻ എന്നത് പല അർത്ഥങ്ങളിൽ വരും. അതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ അർത്ഥമാണ് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചത്. ഇവിടെ അർത്ഥം മാലൻ എന്നാണ്, സ്വത്ത് വല്ലതും ഉപേക്ഷിക്കുകയായാൽ. അപ്പോൾ ചില പണ്ഡിതന്മാർ മാലൻ എന്ന് പ്രയോഗിക്കേണ്ടടുത്ത് എന്തിനാണ് ഖൈറൻ എന്ന് പ്രയോഗിച്ചത്? അതിൽ ഒരു യുക്തിയും പൊരുളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് വ്യംഗ്യമായ സൂചന നൽകി. ഇവിടെ ഒരു മനുഷ്യൻ്റെ സ്വത്ത് അതെപ്പോഴും ഖൈറായിരിക്കണം, ഉത്തമവും വിശിഷ്ടവുമായിരിക്കണം. ഒരാൾ വസിയ്യത്ത് ചെയ്യുമ്പോൾ ആ വസിയ്യത്ത് ചെയ്യുന്നത് ഉത്തമവും വിശിഷ്ടവുമായിരിക്കണം. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അള്ളാഹു വിശുദ്ധനാണ്, വിശിഷ്ടനാണ്. അള്ളാഹു വിശുദ്ധവും വിശിഷ്ടവുമായതേ സ്വീകരിക്കൂ. സദഖ ചെയ്യുന്നവൻ മിൻ കസ്ബിഹി തയ്യിബ്, അവൻ്റെ തയ്യിബായ അധ്വാനത്തിൽ നിന്ന് സദഖ ചെയ്യണം എന്ന അർത്ഥത്തിലൊക്കെ പ്രയോഗങ്ങൾ കാണാം. അപ്പോൾ സ്വത്ത് ഖൈറായിരിക്കണം, ആയിരിക്കണം വസിയ്യത്തിന് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിലേക്കുള്ള വ്യംഗ്യമായ സൂചനയാണ് ഖൈറൻ എന്ന് മാലിന് പ്രയോഗിച്ചതിന് പിന്നിലുള്ളത് എന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത്. അൽ മാലു സാലിഹ് എന്ന് പറയും. നല്ല സ്വത്ത് അതായിരിക്കണം നമ്മുടെയൊക്കെ കയ്യിലിരിക്കേണ്ട സ്വത്ത്, നമ്മൾ വിനിയോഗിക്കേണ്ട, ചെലവഴിക്കേണ്ട സ്വത്ത്, സമ്പാദിക്കേണ്ടതും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈ ദാത്തുസ്സലാസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ക്ഷണിച്ചു വരുത്തി. യുദ്ധവേഷം ധരിച്ച്, യുദ്ധായുധങ്ങൾ ധരിച്ച് അദ്ദേഹം വന്ന് തിരുസവിധത്തിൽ നിന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആപാദചൂടൻ നോക്കി. എന്നിട്ട് പറഞ്ഞു എന്നാണ്, യാ അംർ ഇന്നി ഉരീദു അൻ അബ്അസക അലാ ജയ്ഷിൻ ഫയുസല്ലിമകല്ലാഹു വയുഗന്നിമക എന്ന്. വ അർഗബു ലക മിനൽ മാലി റഗ്ബതൻ സാലിഹതൻ. അംറെ, താങ്കളെ ഞാനൊരു യുദ്ധമുഖത്തേക്ക് അയക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ സുരക്ഷിതമാക്കി സംരക്ഷിക്കും, താങ്കൾക്ക് യുദ്ധാർജിത സ്വത്തും നൽകും, താങ്കൾക്ക് കുറച്ച് സ്വത്ത് കനിയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. വഅർഗബു ലക മിനൽ മാലി റഗ്ബതൻ സാലിഹതൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ അംർ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നി മാ അസ്ലംതു മിൻ അജലിൽ മാൽ. തിരുദൂതരെ, ഞാൻ സ്വത്തിനു വേണ്ടി ഇസ്ലാം ആശ്ലേഷിച്ചിട്ടില്ല. വലാകിന്നി അസ്ലംതു റഗ്ബതൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ ജീവിതം തുടരണം, കഴിയണം, അതിൽ ആഗ്രഹം മൂത്താണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. വാൻ അകുന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കുകയും വേണം, ഒപ്പമായിരിക്കണം. അതിനൊക്കെയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്, സ്വത്തിന് വേണ്ടിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ അംറു നിഅമൽ മാലു സാലിഹു ലിൽ മർഇ സാലിഹി. സാലിഹായ ഒരു മനുഷ്യന് സാലിഹായ സ്വത്ത് എത്ര ഉചിതവും നല്ലതുമാണ് എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ സാലിഹുകളാവുക, നമ്മൾ സമ്പാദിക്കുന്നതും നമ്മൾ വിനിയോഗിക്കുന്നതും സാലിഹായി സ്വത്താവുക എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. അതിവിടെ പഠിപ്പിക്കപ്പെടുന്നു ഈ പ്രയോഗത്തിലൂടെ. ഇൻ തറക ഖൈറൻ, വല്ല സ്വത്തും നിങ്ങൾ ഉപേക്ഷിക്കുകയായാൽ, വിട്ടേക്കുകയായാൽ എന്നതിൽ സ്വത്തിന് ഖൈർ എന്ന പ്രയോഗത്തിലൂടെ. ഇവിടെ മറ്റൊരു വിഷയം, ഈ ഖൈറൻ എന്ന് പ്രയോഗിച്ചതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹു മാലൻ എന്ന് പ്രയോഗിക്കേണ്ടടുത്ത് ഖൈറൻ എന്ന് പ്രയോഗിച്ചത് ഉള്ള പൊരുൾ ധാരാളം സ്വത്ത് എന്നുള്ളതാണ്. അള്ളാഹു ഖൈറൻ എന്ന് പറഞ്ഞു, അപ്പോൾ സ്വത്തിന് ഖൈറൻ എന്ന് പ്രയോഗിച്ചതിൽ അതിൻ്റെ ഉദ്ദേശം അൽ മാലുൽ കസീർ, ധാരാളം സ്വത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ എന്നാണ്. അനന്തരാവകാശികൾ
വിഗണിക്കപ്പെടാതെ അനന്തര സ്വത്തിലൂടെ അവർക്ക് അവകാശം ലഭിക്കുമാർ ഒരാൾ കൂടുതൽ സ്വത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് വസിയ്യത്ത്. അതിനു വേണ്ടിയാണ് ഖൈർ പ്രയോഗിച്ചത്. അപ്പോൾ ധാരാളം സ്വത്ത് ഒരാൾ വിട്ടേക്കുകയാണ് എങ്കിലാണ് വസിയ്യത്ത്. ഈ പ്രയോഗത്തിലൂടെ അതാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത്. എന്നാൽ മറ്റൊരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത് അള്ളാഹു ഖൈറൻ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ആ ഉദ്ദേശം മുത്ലഖുൽ ഖൈർ, ഖൈർ അത് ഖലീലൻ കാൻ കസീറൻ ഔ കസീറൻ, കുറച്ചാകട്ടെ കൂടുതലാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ എന്നാണ് പ്രയോഗിച്ചത്. അത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ. മുത്ലഖുൽ ഖൈർ. മുഹമ്മദ് ഇബ്നു ഷിഹാബിൻ സുഹ്രി, അതേപോലെ ഈ അബൂ മിജ്ലസ്, ലാഹിഖ് ഇബ്നു ഹുമൈദ്, താബഈങ്ങളിൽ പ്രസിദ്ധനായ പണ്ഡിതരാണ്. അവരൊക്കെ പറഞ്ഞത് ഇവിടെ ഖൈറൻ എന്ന് പ്രയോഗിച്ചതിൽ കൂടുതൽ സ്വത്ത് എന്നുള്ളത് ഉദ്ദേശമല്ല, കുറച്ചാകട്ടെ കൂടുതലാകട്ടെ. മുത്തലഖുൽ ഖൈർ, ഒരാൾ സ്വത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ വസിയത്ത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ അങ്ങനെ പ്രയോഗിക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ, മിസ്ഖാല ദർറത്ത് പരമാണുവിൻ്റെ തൂക്കം ഖൈറിനെ ഒരാൾ ചെയ്താൽ, സൽപ്രവൃത്തി അനുഷ്ഠിച്ചാൽ, യറഹു അയാൾക്കത് അതിൻ്റെ നന്മ, അതിൻ്റെ പുണ്യം, പ്രതിഫലം കണ്ടെത്താനാവുമെന്ന് പറഞ്ഞില്ലേ. അവിടെ ഖൈറൻ എന്ന് പ്രയോഗിക്കുമ്പോൾ വളരെ കുറച്ച് നന്മ എന്നതല്ല ഉദ്ദേശം. അതുപോലെ നാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയെക്കുറിച്ച് പറഞ്ഞു, റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ. അവിടെ ഖൈറിൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കുറച്ച് ഖൈറായാലും എന്നുള്ളതാണ്. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടയച്ചതിൽ പുരുഷന്മാർക്ക് സ്വത്ത് വിഹിതമുണ്ട്. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടയച്ചതിൽ സ്ത്രീകൾക്കും സ്വത്ത് വിഹിതമുണ്ട്. മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ, വിട്ടയച്ചത് വളരെ കുറച്ചാകട്ടെ കൂടുതലാകട്ടെ. ഇത് അനന്തരാവകാശത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല, കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അനന്തര സ്വത്തുണ്ട് എന്ന്. അതേപോലെയാണ് വസിയ്യത്തിൻ്റെയും വിഷയം. കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും വസിയ്യത്ത് ചെയ്യാം എന്നുള്ളതാണ് അതിൽ ഈ പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഖൈറൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്വത്ത് എന്ന അർത്ഥത്തിനല്ല, പിന്നെയോ മുത്തലഖുൽ ഖൈർ, കുറച്ചാകട്ടെ കൂടുതലാകട്ടെ സ്വത്തിന് പൊതുവെ അത് പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ അൽ മാലുൽ കസീർ അതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് അള്ളാഹു ഖൈറൻ എന്ന് പറഞ്ഞത്, മാലൻ എന്ന് പറയാതെ. കൂടുതൽ സ്വത്ത് വിട്ടേച്ച് മരണം വരിക്കാൻ ഒരുങ്ങുന്നവർ, അവരുടെ മേലാണ് കുതിബ അലൈക്കും വസിയത്ത് നിയമമാക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞത്. ഖൈറൻ എന്ന് പ്രയോഗിച്ചതിലെ പൊരുൾ അതാണ്. വലിയൊരളവ് പണ്ഡിതന്മാർ ഈ ഒരു പക്ഷക്കാരാണ്. എന്തുകൊണ്ട്? ഒരിക്കലും അനന്തരാവകാശികളെ അന്യാശ്രയക്കാരായി വിടാൻ പാടുള്ളതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നക അൻ തദറ വറസതക അഗ്നിയ ഖൈറും മിൻ അൻ തദറഹും ആലതൻ യതകഫഫൂന അന്നാസ്. അനന്തരാവകാശികളെ ജനങ്ങളോട് കൈനീട്ടി യാചിക്കുവാൻ വിടുന്നതിനേക്കാൾ ഉത്തമം അവരെ സ്വയം പര്യാപ്തരായി ധന്യരായി വിട്ടേക്കലാണ് എന്ന് പറഞ്ഞു. സ്വന്തം മക്കൾ, സ്വന്തം കുടുംബം യാചകരായി ഇവിടെ തുടരുക ഒരു രക്ഷിതാവിന് ശേഷം എന്ന് പറഞ്ഞാൽ അതല്ല കരണീയം. അവർ സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കലാണ്. അനന്തരാവകാശികൾ ഒരിക്കലും വിഗണിക്കപ്പെട്ടുകൂടാ, അവരെ സ്വത്തിൽ പരിഗണിക്കണം. ഒരാൾക്ക് കുറച്ച് സ്വത്തേ ഉള്ളൂ, അത് മുഴുവൻ വസിയത്ത് ആയി പോയാൽ, അല്ലെങ്കിൽ അതിന് മൂന്നിലൊന്ന് വസിയത്തായി പോയിട്ടുണ്ടെങ്കിൽ അനന്തരാവകാശികൾക്ക് അനന്തരം എടുക്കാൻ തുലവും കുറവായിരിക്കും. പിന്നീട് അവർ അന്യ ആശ്രയക്കാരെ പോലെ കഴിയേണ്ടി വരും.
അതുകൊണ്ട് തന്നെ കുറച്ച് സ്വത്തുക്കളൊന്നും വിട്ടേക്കുന്നതിൽ വസിയത്ത് പാടില്ല എന്നാണ് പ്രാമാണികരായ വലിയൊരളവ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ആ വിഷയത്തിലൊരു ചോദ്യം ചരിത്രത്തിൽ കാണാം. ഒരു വ്യക്തിക്ക് അയാൾ ആശ്രയിച്ച് കഴിയുന്ന 4 പേരുണ്ട്. അയാൾ വിട്ടേച്ചതാകട്ടെ 3000 പണമാണ്. അപ്പോൾ അതിൽ വസിയത്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് 3000 പണം അയാൾക്ക് അനന്തരാവകാശികൾ ആശ്രിതരായിട്ടുള്ള 4 പേർ. മറ്റൊരാൾക്ക് വസിയത്ത് ചെയ്യുന്ന വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്നമാ ഖാല അല്ലാഹു ഇൻ തറക ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇൻ തറക ഖൈറൻ എന്നാണ്, ഖൈറിനെ വിട്ടേച്ചാൽ എന്നാണ്. വ ഇന്ന ഹാദ ശൈഅ യസീറുൻ, താങ്കളുടെ കയ്യിലുള്ള 3000 പണം അത് വളരെ ശുഷ്കമാണ്, കുറച്ചാണ്. ഫത്രുഖുഹു ലി ഉയാലിക്, അതുകൊണ്ട് താങ്കളുടെ കയ്യിലുള്ള 3000 പണം അത് താങ്കളുടെ കുടുംബത്തിന് നിങ്ങൾ അനന്തര സ്വത്തായി എടുക്കാൻ വിട്ടേക്കൂ എന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്. അവർ പറഞ്ഞത് മാ അറ ഫദ്ലൻ ഫി മാലിൻ ഹുവ 400 ദീനാർ ലിറജുലിൻ അറാദ യൂസി വലഹു ഇയാൽ. ഒരു വ്യക്തി അയാളുടെ അടുക്കൽ 400 ദീനാർ ഉണ്ട്. 400 ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. 4000 ദിർഹം അന്നത്തെ മൂല്യം നോക്കിയാൽ അയാൾക്ക് 400 ദീനാർ സമ്പാദ്യമുള്ള ഒരാൾക്ക് കുടുംബങ്ങളുണ്ട് എങ്കിൽ അയാൾ അനന്തരം എടുക്കാൻ ആ സ്വത്തിൽ വസിയത്ത് ചെയ്യുക എന്നുള്ളത് ഞാനൊരു ശ്രേഷ്ഠതയായി മഹത്വമായി കാണുന്നില്ല എന്നാണ് അന്ന് മഹദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്നാണ്. അലി റളിയല്ലാഹു തആല അൻഹു മരണാവസ്ഥയിൽ കിടക്കുന്ന, മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. 700 ദിർഹം സമ്പാദ്യമുള്ള വ്യക്തിയായിരുന്നു ഈ രോഗി. അലി റളിയല്ലാഹു അൻഹുവിനോട് അയാൾ പറഞ്ഞു അവല ഊസി, ഞാൻ വസിയത്ത് ചെയ്യട്ടെ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ല ഇന്നമാ ഖാല അല്ലാഹ് ഇൻ തറക ഖൈറൻ വൽ ഖൈറു ഹുവൽ മാലുൽ കസീർ വലൈസ ലക മാൽ. വസിയത്ത് ചെയ്യാൻ പാടില്ല, 700 ദിർഹമേ ഉള്ളൂ. വസിയത്ത് ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഇല്ല. ഇന്നമാ ഖാല അല്ലാഹു ഇൻ തറക ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇൻ തറക ഖൈറൻ എന്നാണ്. ഹുവൽ മാലുൽ കസീർ, ഖൈർ എന്ന് പറഞ്ഞാൽ ധാരാളം സ്വത്താണ്. വലൈസ ലക മാൽ, 700 ദിർഹമുള്ള അങ്ങേക്ക് സ്വത്തില്ല, വസിയത്ത് ചെയ്യാൻ മാത്രം എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു വസിയത്തിനെ മുടക്കി എന്നാണ് തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്ന ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഇൻ തറക ഖൈറൻ എന്നുള്ളിടത്ത് അല്ലാഹു ഖൈറൻ എന്ന് എന്തുകൊണ്ട് പ്രയോഗിച്ചു? കുറേ സ്വത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ അയാളുടെ മേലാണ് വസിയത്ത് നിർബന്ധം എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ധാരാളം സ്വത്ത്, ഈ ധാരാളം സ്വത്ത് അതിനൊരു നിർണയമുണ്ടോ? അതിനൊരളവ്? ചിലർ അതിനളവുണ്ട് എന്ന് പറഞ്ഞു. മൻ ലം യത്റുക് 60 ദീനാറൻ ലം യത്റുക് ഖൈറൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഹാക്കിം മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്ത് തഫ്സീറുകളിൽ വായിക്കാം. ഒരാൾ 60 ദീനാർ സ്വർണ്ണ നാണയം വിട്ടേച്ചില്ല എങ്കിൽ ലം യത്റുക് ഖൈറൻ, അയാൾ ഖൈറിനെ വിട്ടേച്ചില്ല എന്നാണ്, ധാരാളം സ്വത്ത് വിട്ടേച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 60 ദീനാർ. തൗസ് ബിൻ കൈസാൻ പറഞ്ഞത് ലം യത്റുക് ഖൈറൻ മൻ ലം യത്റുക് 80 ദീനാറൻ. 80 ദീനാർ ഒരാൾ വിട്ടേച്ചില്ല എങ്കിൽ അയാൾ ഖൈർ വിട്ടേച്ചിട്ടില്ല എന്നാണ്, ധാരാളം സ്വത്ത് അയാൾ വിട്ടേച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അയാൾക്ക് വസിയത്തില്ല. ഖതാദ ഇബ്നു ദഅമ സുദൂസി ഖൈറൻ എന്ന് പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ നിർണയം കണക്ക് പറഞ്ഞത് അൽഫൻ ഫമാ ഫൗഖഹ എന്നാണ്, 1000 പണം അതിനേക്കാൾ കൂടുതൽ എന്നാണ്. ചിലരിങ്ങനെ നിർണയിച്ച് പറഞ്ഞു, ചിലർ പറഞ്ഞില്ല അൽ മാലുൽ കസീർ. അത് ആളുകൾക്കനുസരിച്ച് സ്ഥലകാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ഈ മാലുൽ കസീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർണയം വ്യക്തികൾക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച്, ചില നാടുകൾക്കനുസരിച്ചൊക്കെ അത് വ്യത്യാസപ്പെടും. പക്ഷെ എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഉദ്ദേശം അൽ മാലുൽ കസീർ, ധാരാളം സ്വത്ത് മരണാസന്നനായ വ്യക്തി വിട്ടേച്ചിട്ടുണ്ട് എങ്കിൽ കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു അൽ വസിയ്യത്തു, വസിയ്യത്തിന്. അപ്പോൾ
ധാരാളം സ്വത്ത് ഒരാൾ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ വസിയ്യത്ത് നിർബന്ധമല്ല. ഇതാണ് കൂടുതൽ പണ്ഡിതന്മാരുടെയും പക്ഷം. അനന്തരാവകാശികൾ അന്യാശ്രയക്കാരായി പോകാതിരിക്കാൻ, അവർ യാചകരായി പരിണമിക്കാതിരിക്കാൻ, അനന്തരാവകാശികളെ വിഗണിച്ചുകൊണ്ട് അവർക്ക് അവകാശം ഹനിക്കപ്പെടുമാറ്, കുറയുമാറ് ഒരിക്കലും വസിയ്യത്ത് പാടുള്ളതല്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല പണ്ഡിതന്മാരും അത് ശക്തമായി ഉണർത്തിയിട്ടുമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവും ആ വിഷയത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ ആ വിഷയത്തിലെടുത്ത അവരുടെ നിലപാട് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായല്ലോ. പിന്നീട് ഈ ആയത്തിൻ്റെ പ്രയോഗങ്ങളിൽ ഇൻ തറക ഖൈറനിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ ബിൽ മഅറൂഫ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ത്? അൽ വസിയ്യത്തു, വസിയ്യത്ത്. വ്യാകരണ പ്രകാരം അൽ വസിയ്യത്ത് നായിബു ഫാഇൽ എന്ന് പറയും. കുതിബ എന്നുള്ള ക്രിയ അത് മഅറൂഫ് അല്ല, മജ്ഹൂലാണ്. നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. അതിൻ്റെ കർത്താവ് പറയപ്പെട്ടിട്ടില്ല, കർത്താവ് അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പറയേണ്ടതില്ല. അള്ളാഹുവാണ് നിർബന്ധമാക്കിയവൻ, നിയമമാക്കിയവൻ. അത് വിശ്രുതമാണ്, അതുകൊണ്ട് തന്നെ അത് പറയേണ്ടതില്ല. അതുകൊണ്ടാണ് കുത്തിബ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നായിബ് ഫായിലാണ് വേണ്ടത്. നിർബന്ധമാക്കപ്പെട്ടു. എന്ത് നിർബന്ധമാക്കപ്പെട്ടു? അൽ വസിയ്യത്തു, വസിയ്യത്ത് നിർബന്ധമാക്കപ്പെട്ടു. വസിയ്യത്ത് സ്ത്രീലിംഗാണ്. ക്രിയ സ്ത്രീലിംഗമാക്കപ്പെട്ടില്ല, കുത്തിബത്ത് എന്ന് പറഞ്ഞില്ല. രണ്ട് കാരണത്താൽ. ഒന്ന്, അൽ വസിയ്യത്തു എന്നുള്ളത് ഹഖീഖിയൻ, യഥാർത്ഥ സ്ത്രീലിംഗമല്ല. പിന്നെയോ അത് മജാസിയായിട്ടുള്ള സ്ത്രീലിംഗാണ്. രണ്ടാമത്തേത്, കുത്തിബ എന്ന് പറയുന്ന ക്രിയയും അൽ വസിയ്യത്ത് എന്ന് പറയുന്ന നായിബ് ഫായിലും അത് വേർപെടുത്തപ്പെട്ടു. അതിനിടയിൽ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറൻ എന്ന പ്രയോഗങ്ങൾ വന്നു. അപ്പോൾ ഫായിലിൻ്റെയും ഫിഅലിൻ്റെയും ഇടയിൽ വേർപെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിയയെ സ്ത്രീലിംഗവുമാക്കാം പുല്ലിംഗവുമാക്കാം എന്നുള്ളതാണ് വ്യാകരണ നിയമം. അതുകൊണ്ടാണ് കുതിബത്ത് അൽ വസിയ്യ എന്ന് പറയാതെ കുതിബ അൽ വസിയ്യത്തു എന്ന് പറയപ്പെട്ടത്. വസിയ്യത്ത് നിർബന്ധമാക്കപ്പെട്ടു. ആർക്കാണ് വസിയ്യത്ത്? ലിൽ വാലിദൈനി വൽ അഖ്റബീൻ. ലിൽ വാലിദൈൻ, ഇത് അൽ വാലിദ്, പിന്നെ അൽ വാലിദത്ത്. വാലിദ് പറഞ്ഞാൽ പിതാവ്, വാലിദത്ത് മാതാവ്. അതാണ് അൽ വാലിദൈൻ എന്ന് അതിൻ്റെ ദ്വിവചനം വന്നത്. ഇങ്ങനെ ദ്വിവചനം വരുന്നതിന് അൽ മുസന്ന അൽ മുതലാസിം എന്നാണ് പറയുക. അൽ മുസന്ന അൽ മുതലാസിം. ഇപ്പോൾ വലതുൻ, അതേപോലെ വലതുൻ, വലദാനി, വലദൈനി. ഉണ്ടോ? മുഫ്രദ് രണ്ടും ഒരുപോലെയാണ്, പുല്ലിംഗാണ്. അതുകൊണ്ട് വലതുൻ, വലതുൻ, അതാണ് വലദാനി, വലദൈനി. പക്ഷെ ഇവിടെ അൽ വാലിദു, പിന്നെ അൽ വാലിദു അല്ല, പിന്നെ അൽ വാലിദത്ത്. അതിൻ്റെ ദ്വിവചനാണ് അൽ വാലിദൈൻ അല്ലെങ്കിൽ അൽ വാലിദാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ദ്വിവചനങ്ങൾക്ക് അൽ മുസന്ന അൽ മുതലാസിം എന്ന് പറയും. അറബി ഭാഷയിലത് ഒരു പ്രത്യേക പ്രയോഗമാണ്, ദ്വിവചനം തന്നെ. ഇപ്പോൾ ഹദീസിൽ കാണാം അൽ ഇഷാ ആനി. അൽ ഇഷാ ആനി എന്ന് പറഞ്ഞാൽ മഗ്രിബും ഇഷയുമാണ്. അൽ ബർദാനി എന്ന് പറയും. അൽ ബർദാനി. എന്താ അൽ ബർദാനി? അസറും ഫജറുമാണ്. അസർ സലീം ഫജറും. വിശുദ്ധ ഖുർആനിൽ അൽ മലക്കാനി പ്രയോഗിച്ചു. അൽ മലക്കാനി. ആരാ അൽ മലക്കാനി? രണ്ട് മലക്കുകൾ, ഹാറൂത്ത് വ മാറൂത്ത് അല്ലേ. അതേപോലെ അൻ നഖ്ദാനി എന്ന് പറയും. ഹദീസിൽ കാണാം
ഫിഖ് കിതാബുകൾ കാണാം അന്നഖ്ദാനി. ആരാ അന്നഖ്ദാനി? സ്വർണവും വെള്ളിയാണ്. അദ്ദഹബു അൽ ഫിദ്ദ. അൽ അസ്ഗറാനി പ്രയോഗിക്കും സാഹിത്യത്തിൽ. അൽ അസ്ഗറാനി എന്ന് പറഞ്ഞെങ്കിൽ അൽ ഖൽബു വൽ ലിസാൻ, മനുഷ്യൻ്റെ മനസ്സും മനുഷ്യൻ്റെ നാവുമാണ്. അഷിഫ ആനി, 2 ഷിഫ. ആരാ? അൽ ഖുർആനു വൽ അസൽ, ഖുർആനും തേനുമാണ്. അസ്സഖലാൻ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചു. ആരാ അസ്സഖലാൻ? അൽ ജിന്നു വൽ ഇൻസ്. അൽ അസ്വദാനി ആരാ? അത്തമ്രു വൽ മാ, വെള്ളവും കാരക്കയും. അൽ ഖലീലാനി, 2 ഖലീലുമാർ, മുഹമ്മദുൻ ഇബ്രാഹിമു അലൈഹിമസ്സലാം. ഇങ്ങനെ അസഹിഹാനി, അൽ ബുഖാരി മുസ്ലിം. അൽ ഹസനാനി, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അൽ അമറാനി ഹദീസിൽ പ്രയോഗിച്ചില്ലേ, ദാരിദ്ര്യം, അൽ ഫഖർ, അൽ ഹറം, വാർദ്ധക്യം, അതിന് അൽ അമറാൻ എന്ന് പറയും. അൽ ഹറമാനി, മക്കത്തു വൽ മദീന, ഹറമാൻ. ഞാൻ ചില ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചത് മാത്രം. ഈ ഏതിന് ഈ അൽ മുസന്ന അൽ മുതലാസിം എന്നാണ് ഇതിന് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾക്ക് പറയാം. ആ ഗണത്തിൽപ്പെട്ടതാണ് ലിൽ വാലിദൈൻ എന്നുള്ളത്. ഉദ്ദേശം അൽ വാലിദു വൽ വാലിദത്തു, മാതാവും പിതാവും. അപ്പോൾ ഇവിടെ അൽ വസിയ്യത്ത് നിർബന്ധമാക്കപ്പെട്ടത് ആർക്കാണ്? ലിൽ വാലിദൈൻ, മാതാപിതാക്കൾക്കാണ്. വൽ അഖ്റബീൻ എന്ന് പറഞ്ഞാൽ അൽ അഖ്റബ് എന്നതിൻ്റെ ബഹുവചനാണ് അൽ അഖ്റബൂൻ, അൽ അഖ്റബീൻ എന്നുള്ളത്. അടുത്ത ബന്ധുക്കൾ, അതാണ് ഉദ്ദേശം. അടുത്ത ബന്ധുക്കൾ. അൽ അഖ്റബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തവൻ എന്നാണ് ഉദ്ദേശം. ഏറ്റവും അടുത്ത ബന്ധുക്കൾ. അടുത്ത ബന്ധുക്കളിൽപ്പെട്ട ആളാണ് ആര്? അൽ വാലിദാൻ, അൽ വാലിദൈൻ, മാതാപിതാക്കൾ. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ സ്വത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ടപ്പോൾ ആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ എന്ന് പറയും. ദവിൽ ഖുർബ, ആ ദവിൽ ഖുർബയാണ് ഈ അൽ അഖ്റബൂൻ. അത് നമ്മൾ പറഞ്ഞിരുന്നു. അൽ ഉബുവ, അതേപോലെ തന്നെ അൽ ബുനുവ, അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു അന്ന് അൽ ഉഖുവ, അൽ ഖഊല, അതേപോലെ അൽ ഉമൂമ, ഇങ്ങനെ തുടങ്ങി. അൽ ഉബുവ മാതാപിതാക്കൾ, ബുനുവ മക്കൾ, ഉഖുവ സഹോദരങ്ങൾ, അൽ ഖഊല മാതാവിൻ്റെ സഹോദരിമാർ, അൽ ഉമൂമ പിതാവിൻ്റെ സഹോദരിമാർ. ഇങ്ങനെയാണ് ഇവരൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം, ഈ അഖ്റബൂൻ എന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ ഈ അൽ അഖ്റബൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഥമ ഗണം മാതാപിതാക്കളും മക്കളുമാണ്. പക്ഷേ ഇവിടെ അൽ വസിയ്യത്തു ലിൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രത്യേകം പറഞ്ഞു. എന്നിട്ട് മാതാപിതാക്കൾ ഉൾപ്പെടുന്ന വൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കളെ തുടർന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട്? മാതാവിനും പിതാവിനും നമ്മുടെ ദീനിലുള്ള സ്ഥാനവും മഹത്വവും. ഇവിടെ തഖ്സീസിന് ശേഷം തഅമീം, പ്രത്യേകമാക്കിയതിന് ശേഷം തഅമീം പൊതുവിൽ പറഞ്ഞു. ആ പൊതുവിൽ പറഞ്ഞതിൽ ഉൾപ്പെട്ടവരാണ് മാതാപിതാക്കൾ. അവരെ പരിഗണിക്കുന്നതിൻ്റെ പ്രാധാന്യം, അവർക്കുള്ള സ്ഥാനം, അതാണ് ഈ തഖ്സീസ് പ്രത്യേകമാക്കൽ അറിയിക്കുന്നത്. നമ്മൾ പറഞ്ഞു ആയത്തിറങ്ങിയതിൻ്റെ കാരണം, വസിയത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ പേരെടുക്കാൻ പ്രശസ്തിക്ക് വേണ്ടി സ്വത്ത് എഴുതുമായിരുന്നു, വസിയ്യത്ത് നിർവഹിക്കുമായിരുന്നു. പക്ഷേ ജന്മം നൽകാൻ കാരണക്കാരായ മാതാപിതാക്കൾ വരെ വിഗണിക്കപ്പെട്ടിരുന്നു അന്നത്തെ സാമൂഹ്യ ശ്രേണിയിൽ. ദീനുൽ ഇസ്ലാം മാതാപിതാക്കളെ പരിചരിക്കേണ്ട, പരിഗണിക്കേണ്ട, പരിപാലിക്കേണ്ട വിഷയത്തിൽ ഏറെ ശ്രദ്ധ ഊന്നിയമതാണ്. അതുകൊണ്ടാണ് ഈ പ്രത്യേകമാക്കൽ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീന എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ. എങ്ങനെയാണ് മഅറൂഫ് അനുസരിച്ചുള്ള വസിയ്യത്ത്? ഈ വസിയ്യത്ത് നിർവഹിക്കൽ ഹഖ്ഖൻ അലൽ മുത്തഖീൻ, എന്താണത് തേടുന്നത്, അർത്ഥമാക്കുന്നത്? അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.